പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവതിയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ബന്ധുക്കൾ. കാരപ്പറ്റ കുന്നുംപള്ളി സ്വദേശി നേഹ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഭർത്താവ് ഉപദ്രവിക്കുമായിരുന്നുവെന്നും നേഹ ആത്മഹത്യ ചെയ്യില്ല എന്നും കുടുംബം ആരോപിക്കുകയാണ്. സംശയം അവളെ കൊന്നതാണ് എന്റെ കുട്ടി. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് പ്രശ്നങ്ങള് അവനെ നിസാര പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകും. അത് ഒത്തൊരുമയായിട്ട് പോകും. ഇന്നലെ വിളിച്ചപ്പോ എന്താണ് അവൾക്ക് വിളിച്ചത് മുഴുവൻ പറയാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവൻ വരുന്നു പറഞ്ഞിട്ട് അവള് ഫോണ് കട്ടാക്കി. അമ്മ ഞാൻ നാളെ വിളിക്കാം, അവൻ വരണ്ട് പറഞ്ഞിട്ട് ഫോണ് കട്ടാക്കി. എന്നാ ശരി പപ്പി, നീ നാളെ വിളിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് 12 മണിയായിട്ട് ഇവൻ ഏതോ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കണം. അപ്പൊ ഞാൻ പ്രദീപാണ് പറഞ്ഞു. അപ്പൊ എന്താണ് പപ്പി മയങ്ങി വീണു പറഞ്ഞു. എന്റെ മനസ്സിൽ ഇങ്ങനെ സംഭവിച്ചു എന്നില്ല. കയ്യബദ്ധം പറ്റിയെന്ന് ഇവിടെ തൊട്ടടുത്ത് പോലീസ് ചേച്ചി ഉണ്ട്. ആ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു, എന്താ പ്രദീപ് നീ ചെയ്ത്, എന്ത് സംഭവിച്ചു? എനിക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. അവിടെ ഇവിടുത്തെ ഒരു പോലീസ് ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഇവർക്കും അറിയില്ലായിരുന്നു ഇത് ഈ കുട്ടിയാണെന്ന്. ആ തോണിപ്പാടെന്ന് പറഞ്ഞിട്ട് വന്നപ്പോ ആ തോണിപ്പാടോന്ന് പറഞ്ഞിട്ട് ഇരുന്നു. പിന്നെ ഇന്ന് വിളിച്ചപ്പോഴാണ് അറിയുന്നത് നമ്മുടെ അവിടുത്തെ കുട്ടിയായിരുന്നു എന്ന്. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ കയ്യബദ്ധം പറ്റിയെന്ന്. ഒരു 5 വർഷമായി വിവാഹം കഴിച്ച് വിട്ടിട്ട് ഒരു 2-3 മാസമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള പറഞ്ഞ് ഭയങ്കരമായിട്ട് തല്ലു അടി ചെരുപ്പ് കൊണ്ടൊക്കെ ചെറിയിട്ട് തല്ലിയതായിട്ട് ആ കുട്ടി കൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ സാധാരണ ഇതിനിപ്പോൾ തമാശ രീതിയിലായിരിക്കും എന്ന് പറഞ്ഞ് വിട്ടു. അതിനുശേഷം ഇപ്പോൾ കുഞ്ഞുങ്ങളായതിനു ശേഷം രാത്രി പ്രശ്നമാണ്. ഇവൻ ജോലിക്ക് പോകുമ്പോൾ അവിടെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവനും ഇവൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഓരോന്ന് പ്രശ്നം ഉണ്ടാക്കലും തമ്മിത്തല്ലും ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാലക്കാട് വടക്കഞ്ചേരിയിലാണ് അതിദാരുണമായ സംഭവം. നേഖയുടെ മരണത്തിൽ ഭർത്താവിന് പങ്കുണ്ടത് കൊലപാതകമാണ് എന്ന സംശയമാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ഗോകുൽ വിഎസ്, ഗോകുൽ, പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതക സാധ്യതയിലേക്ക് സംശയങ്ങൾ നീളുന്നുണ്ടോ? അതായത് പോലീസ് ഈ സംഭവത്തിൽ ഒരു ദുരൂഹത പറയുന്നുണ്ട്. കാരണം ആശുപത്രി അധികൃതർ ഒരു ദുരൂഹത ആരോപിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിൽ വിവരം അറിയിച്ചതും പോലീസ് അവിടെ എത്തുന്നതും. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം അതിൽ പലതരത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി നോക്കിയാൽ മാത്രം അതിന്റെ കൃത്യമായ കാരണം മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം കഴിയണം. തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ആലത്തൂരിൽ നിന്ന് ഇവിടേക്ക്, അതായത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ ഒരു പരാതിയിൽ അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമുണ്ട്. പക്ഷെ അത് കേസെടുക്കുകയും അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളും ഉണ്ടാവുക ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും. അതുവരെയും വ്യക്തമായ ഒരു കാര്യം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ്. ഭർത്താവ് നിരന്തരമായി വ്യക്തത അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമാണ് വ്യക്തമാകേണ്ടത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.